ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് ആറ്റുവഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ തുടങ്ങിക്കാണൂ. എവിടെ തുടങ്ങി കാണൂല. അതെന്ത്? വെള്ളത്തിന് ഓളമില്ലടാ. കറക്റ്റ് രതി നിർവയത്തിലെ ശ്വേതാമേനോനെ കണക്കിരിക്കുന്നു. അതുപോലെ ഇരിക്കുന്ന. ഹലോ, കുളിച്ചായിരുന്നോ? ഇല്ല. കുളിക്കുന്നില്ലേ? ജലദോഷം. എന്ത്? ഞങ്ങൾക്ക് ജലദോഷം. ഞങ്ങൾ കുളിക്കുന്നില്ല. പിന്നെ ചൂണ്ടയിടുമായിരിക്കല്ലേ? അല്ല, ഞാന് ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതാരാണ്? ആരടാ ജബ്ബാർ? നമ്മളറിയാതെ കുളിക്കടവില്ലേ അത് ജബ്ബാർ? അല്ലല്ല, ജങ്കാർ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരാൻ പോവാണേ. ജങ്കാർ? ആ, ജങ്കാർ. ആ, അന്താ ചേച്ചി അക്കരെ കുട്ടികളുടെ പരിപാടി നടക്കണം. ഇവിടെ ഇരുന്ന് പോണ്? അല്ലല്ല, ഇവിടെ അല്ല, ഇപ്പൊ വരും. ഒന്നി പഠിച്ചാ 3. ഇതിന്റെ കണ്ടില്ലെങ്കിൽ ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് കുളിക്കും. കണ്ടറിഞ്ഞൂടെ കുളിയും നിലയില്ലാത്ത ടീമാണെന്ന്. സത്യം ഉള്ള ഗോരി ഫ്രണ്ട് വെച്ചു കൊടുത്താ ഒന്ന് മോൻ പോലും കഴിവാത്ത ടീമാണ്. ചേച്ചിയുടെ ഫ്രണ്ട്സ് വരും. വരൂലോ. ജങ്കാർ ടീം, വെൽക്കം ടു കോമഡി മാസ്റ്റർ. എനിക്ക് ഭയങ്കര സന്തോഷമായി മെമ്പേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട്. ഇത്രയും പേരെ ഉള്ളോ? അല്ലല്ല, ഇനി 2 പേരും കൂടി ഇല്ലേ? ഇവര് ബോട്ടിൽ കയറ്റാത്ത 2 പേരും നടന്നു വരുന്നു. ആ, വരൂ. നമ്മളുടെ ഡയറക്ടർ മനോജ് ടി യാദവ് ആൻഡ് അജ്മൽ. ഹലോ. ബോട്ടിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നീന്തി വന്നു. ഹലോ. ഹലോ. മൈ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇവിടെ ഉണ്ട്. പക്ഷെ ഐ ഗോട്ട് മൈ ന്യൂ ഫാമിലി. ഓക്കെ, ജങ്കാറിന്റെ സന്തോഷം നമുക്കും കൂടെ അറിയണം എന്നുണ്ട്. സംവിധാനം തുടങ്ങാം, അത് തന്നെയാണ് നല്ലത്. യെസ്, പറഞ്ഞോളൂ. ഈ വേദിയിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പ്രധാനപ്പെട്ട കാര്യം ശ്വേതാജിയെ കുറിച്ച് തന്നെ. ഞങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അലമ്പായിരുന്നു. ജങ്കാറിന്റെ വിശേഷം അതോടൊപ്പം തന്നെ ശ്വേത ചേച്ചിയുടെ വിശേഷം. ജങ്കാറിന്റെ വിശേഷം, ജങ്കാർ ഒരു സർവൈവൽ ത്രില്ലറാണ്. അഭിനയിക്കുന്നവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശ്വേതാജി ഉൾപ്പെടെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന അവൻ സത്യം. എല്ലാവരും ഏത് രീതിയിലാണ് ആ കഷ്ടപ്പാട്? ആ കഷ്ടപ്പാടിന്റെ ഇടയിലെ ഞങ്ങളുടെ ഊർജ്ജമായിരുന്നു ശ്വേതാമേനോൻ. സോ ക്യൂട്ട്. പിന്നെ ഞാനിവിടെ നിൽക്കാൻ കാരണം ശ്വേതാജിയാ. അയ്യോ, അതെങ്ങനെയാണത്? ആ ഒരു സംഭവം ചേച്ചി വിളിച്ചിട്ടല്ലേ അവര് വന്നത്? അപ്പൊ ചേച്ചി ഇവിടെ നിൽക്കാൻ കാരണം? ഞങ്ങൾ വിളിച്ചിട്ട്. ശ്വേതാജി നിൽക്കാൻ കാരണം അമൃത TV. അതെ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ചങ്കായിരുന്നു ശ്വേത. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ശക്തരായ 2 സ്ത്രീകൾ എന്ന് പറയുന്നത്, ഒന്ന് എന്റെ അമ്മ, ഒന്ന് ശ്വേതാജി. സൂപ്പർ. അജ്മലിന്റെ ഇവിടെ എല്ലാരും എന്റെ അടുത്ത് പറയുന്നു, അജ്മലിന്റെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞാൻ എന്താണ് ഈ അജ്മൽ? നമ്മുടെ ഫ്ലോറിൽ എപ്പോഴും ഈ ശ്രീവിദ്യയുടെ നാട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ വരാറുണ്ട്. ഞാൻ എന്റെ സ്വന്തം സുഹൃത്തിനെയും അയൽവക്കത്തുകാരനെയും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഞാനും അജും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. ഞങ്ങൾ ആക്ച്വലി കോളേജിൽ പഠിക്കുന്ന മുതൽ ഫ്രണ്ട്സ് ആണ്. ഇവിടെ വരുന്ന എല്ലാവരും നിനക്കറിയാലടി? എല്ലാവരെയും ഇല്ല, ആൺപിള്ളേരെ എടുത്തു പറയണം. അജ്മൽ ഇതിൽ എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? എന്റെ ക്യാരക്ടറുടെ പേര് രാജൻ എന്നാണ്. സുധീറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. സുധീറിന്റെ കൂടെ ഫുൾ ടൈം ഉള്ളൊരു ഒരു ക്യാരക്ടറാണ്. ശ്വേതേച്ചിയായിട്ടും ആക്ച്വലി എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. അജ്മൽ ആക്ച്വലി ഡയറക്ടർ സുഗീത് സംവിധാനം ചെയ്ത കിനാവള്ളി എന്നുള്ള മൂവിയിൽ നായകനായിട്ട് മലയാളത്തിൽ ഡെബ്യൂ ചെയ്ത ആളാണ്. അതിനുശേഷം ഒരുപാട് നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തു വരുന്നു. പിന്നെ ശബരീഷൊക്കെയാണ്. ശബരീഷിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ ക്ലൈമാക്സ് വരെ പറഞ്ഞു തരുന്നത്. ശബരീഷ പറ.
ഒറ്റ വാക്കിൽ പറയൂ എന്നിട്ട്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും പറയുന്നില്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് മഹേന്ദ്രൻ എന്നാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. നീ പറഞ്ഞു എന്റെ നാട്ടുകാരെ കൊണ്ടുവന്നു, ഡയന പറഞ്ഞു എന്റെ കൊണ്ട്, അതുപോലെ ഇവന്റെ നാട്ടിൽ നിന്ന് വേറൊരാളെ കൊണ്ടുവന്നു. ആരാ? പറ. അയ്യോ, ശരത്തേട്ടൻ എന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാം. നീ ശരത്തിന് എന്ത് കണ്ടു തുടങ്ങിയത്? ശരത്തേട്ടന് 2017 തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ എത്ര വർഷം കളയാ? ഒരു 10-20 വർഷമോ? പിന്നല്ലേ 20 വർഷം കൊണ്ട് കാണയില്ലേ? അന്ന് അവന് 12 വയസ്സ്. അതെ അതെ അതെ. നായകനായിട്ട് ചെയ്യും, നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യും, ക്യാരക്ടർ റോൾസ് ചെയ്യും. അപ്പൊ ഇതിലെങ്ങനെയാണ് ശരിക്കും നെഗറ്റീവ് ഷെയ്ഡ് ആണോ അതോ ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് അഭീന്ദ്രൻ എന്നാണ്. വലിയ വയലൻസ് ഉള്ള ക്യാരക്ടർ അല്ല, പക്ഷെ എന്നാലും വയലൻസ് ഉണ്ട്. നീ വന്ന വയലൻസ് ഉണ്ടാ. പക്ഷെ ബേസിക്കലി അവൻ പാവമാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞാൻ ഈ സിനിമയിലേക്ക് എത്താൻ തന്നെ കാരണം ഇതിന്റെ സ്ക്രിപ്റ്റാണ്. നമ്മളിപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, റിയലിസ്റ്റിക് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊരു ഒരു കഥ കേൾക്കാനും അല്ലെങ്കിൽ കഥ വായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും. ഒരു തുരുത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പൊ ആ തുരുത്തിൻ്റെതായ കുറെ പ്രത്യേകതകൾ ആ സിനിമയിലുണ്ട്. മതി. ഒരു സർവൈവർ ത്രില്ലറാണ്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഗംഭീര ക്യാരക്ടറാണ്. അടുത്തത് രേണുവിന്റെ സ്ഥലം ട്രിവാൻഡ്രം ആണോ? 19ാം നൂറ്റാണ്ട് മണിച്ചേട്ടൻ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ നായികയായിരുന്നു. നമുക്കൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഞാനും ശ്രീവിദ്യയും രേണുവും ഞങ്ങൾ മൂന്നുപേരെയും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഞങ്ങൾ അന്നാണ് ഫസ്റ്റ് ടൈം ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വന്നു. അല്ല, എവർ സിൻസ് ദാറ്റ് കമ്പനി. ആലിയ പറയാ. എന്റെ ക്യാരക്ടറിന്റെ പേര് ഗീതാ ഹർപ്പൽ എന്നാണ്. ശബരി ചേട്ടന്റെ പേരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. പഞ്ചാബി ക്യാരക്ടർ ആയിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടു. ശരത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് കണ്ടിരുന്നു. അതില് ഈ അജ്മൽ എണ്ണൊക്കെ 2 ഗെറ്റപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം. ചേട്ടനും 2 ഗെറ്റപ്പ് ഉണ്ടായിരുന്നു, ശബരീഷ് ചേട്ടൻ. നമുക്ക് ആ ട്രെയിലർ ഒന്നുകൂടെ കണ്ടാലോ? ഓക്കെ ഓക്കെ. സാധാരണ വെള്ളിയാങ്കുന്നിലെ ഇത്തരം കക്ഷികളൊന്നും കാണാറില്ലല്ലോ. ഒരാൾ കൊന്നിട്ട് വന്നതും ഒരാൾ കൊല്ലാൻ വന്നു. വായിക്കണം. ഭയം എന്താന്ന് നിങ്ങൾ അറിയാൻ പോവാ. ഇന്നു മുതൽ നിന്റെ നിഴൽ പോലെ ഞാനുണ്ടാവും. ഗുഡ് വൺ ശ്വേതേച്ചി. ചവിട്ട് ഇടി എല്ലാം ഉണ്ടല്ലോ. മാഫിയ ശശിയായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തിരുന്നത്. കുറെ ചവിട്ട് കൊണ്ടു, അതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചവിട്ട് കൊണ്ടിരിക്കുന്നത് ശബരീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു. ആ ഒരു വേദന മനസ്സിലാവുന്നുണ്ട് പറച്ചില്ല തന്നെ. ചേച്ചിയുടെ മാത്രമേ ഉള്ളൂ. ആണ് ചവിട്ട്. ചേച്ചി ഫൈറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ വത്സം ചേട്ടന് വെച്ച് അടുക്കളയുടെ സൈഡിൽ കിടന്നു എറിയും അടുക്കളയിൽ ഹോളിലോട്ട്. ശശിയേട്ടന്റെ കൂടെ, മാഫിയ ശശിയേട്ടന്റെ കൂടെ ഞാൻ ഒരുപാട് ഫൈറ്റ് സീൻസ് ചെയ്തിട്ടുണ്ട്. പെൺപട്ടണം ഇതാണെങ്കിലും പിന്നെ സിറ്റുവേഷണൽ ഫൈറ്റ്സ് ആണ്, അല്ലാതെ നമ്മുടെ തെലുങ്ക് സ്റ്റൈൽ അങ്ങനെയല്ല. ഇതെല്ലാം ഒരു ക്യാരക്ടർ ബേസ്ഡ് ഫൈറ്റ്സ് ആണ്. അതിന് വേണ്ടി ഒരു ആക്ഷൻ കൊറിയോഗ്രഫി അങ്ങനെയൊന്നുമില്ല. നാടൻ തല്ല്. നാടൻ ടിപ്പിക്കൽ നാടൻ തല്ല. ഞാനിപ്പോ ഈ ഫ്ലോറിലേക്കും എനിക്ക് ശരത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നമുക്കൊക്കെ അഭിമാനമുള്ളൊരു അല്ല. അതുകൊണ്ട് അത് നാട്ടുകാർ മാത്രമല്ല, കാര്യം ശരത്ത് മിമിക്രിക്കാരനായിരുന്നു എന്നുള്ളത് പലയിടത്തും ശരത്ത് പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. ശരത്ത് നാടകം, സിനിമ, അതാണ് എല്ലാവർക്കും അറിയാവുന്ന കഥ. ശരത്തിന് സ്വന്തമായിട്ട് മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. ശരത്തിന് അതായത് എന്റെ വീട് തിരുവനന്തപുരത്ത് അരുവിക്കര, മുണ്ടേല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഖിലിന്റെ വീട്. അപ്പൊ ഞാനും അഖിലൊക്കെ സ്റ്റേജ് ഷോയ്ക്ക് പോകും, സ്കിറ്റ് കളി. അപ്പൊ അഖിലിന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാം ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് നോബിച്ചേട്ടനും അന്നത്തെ ആ ടീമൊക്കെ ഉത്സവപ്പറമ്പിൽ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ 1 മണിക്കൂർ മുമ്പേ ഞാനൊക്കെ അവിടെ ചെന്നിട്ട് ഇവര് വരാൻ ലേറ്റ് ആകുമ്പോൾ കമ്മിറ്റിക്കാരത് ചോദിക്കും, ചേട്ടാ അവര് വരാൻ ലേറ്റ് ആവും, ആ 1/2 മണിക്കൂറുള്ള സ്ഥലത്ത് ഞങ്ങൾ 2 സ്കിറ്റ് കളിച്ചോണ്ടാ ചോദിക്കും. അപ്പൊ അങ്ങനെ സമ്മതിച്ചിട്ട് ഇവര് മുമ്പ് കളിച്ച സ്കിറ്റൊക്കെ തന്നെ ഞങ്ങൾ കോപ്പി അടിച്ച് ഒരുപാട് സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സംഭവം വന്നു, അതായത് ഒരു ഫേസ്ബുക്കിൽ ഒരു സാധനം വന്നതാണ്. ഞങ്ങള് ഒരു ബസ്സിന്റെ സ്കിറ്റ്, അത് ഞങ്ങൾ സ്കിറ്റ്. അപ്പൊ ശരത്തോട് നമുക്കറിയില്ല, ശരത്തിന് എനിക്ക് പരിചയമില്ല. ഈ ഇടയ്ക്കാണ് ഇറങ്ങിയ ശരത്ത് ആ സ്കിറ്റിലുണ്ട്. ശരത്തിന്റെ മുഖത്ത് വട്ടം ഇട്ടേക്കുന്നത്, ഞങ്ങൾ സ്കിറ്റ് കളിക്കുന്നു, ബാക്കിൽ ഇങ്ങനെ വട്ടം ഇട്ടേക്കുന്നത്. ഈ നിൽക്കുന്ന ആളിന്റെ മനസ്സിൽ എത്ര വർഷം മുമ്പുള്ളതാണ്. അതിന് ചേട്ടൻ വീണ്ടും 2ാമത് വന്നു. എന്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളിന്റെ മനസ്സിലായി നസ്രിൻ, അതൊരു രാജ ലൊക്കേഷൻ ബാക്കിലിരിക്കുന്നു. അങ്ങനെ എന്റെ ബാക്കിൽ നിന്ന് വട്ടോട്ടൊക്കെ ഒരു വട്ടം എവിടെ നോക്കിയാലും ഒരു വട്ടം. പക്ഷെ വേറൊരു കേസുണ്ട്, സമയമല്ല മൊത്തം പടം. ഇനി ഇവന്റെ ബാക്കിൽ നിന്നൊരു വട്ടോട്ട്. എന്റെ ക്യാരക്ടറിന്റെ പേര് മല്ലി.
മല്ലി പോലെ നല്ല സ്പൈസി ആയിട്ട് പാട്ടുണ്ടോ? നല്ല പാട്ട്. ബിജി ബാലേട്ടനാണ് നമ്മളുടെ മ്യൂസിക്. നല്ല റൊമാൻറ്റിക്കും നല്ല പഞ്ചാബി സോങ് ഉണ്ട്. ആൻഡ് July 4th നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സ് പോയിട്ട് കാണുക. ആൻഡ് ദിസ് ഇസ് ജങ്കാർ. ഒരു നല്ലൊരു സ്വീറ്റ് സർവൈവൽ ത്രില്ലറാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.